പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവ്, ഇതിൻ്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രിക്ക് രോഗികളെ കിടക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു. ഈശോ മാറാത്ത രോഗങ്ങളെ ഓർത്തോർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എത്രത്തെ മരുന്ന് കഴിച്ചിട്ടും പിന്നെയും മാറി കർത്താവ് പിന്നെയും രോഗങ്ങൾ, അതേ രോഗങ്ങൾ തന്നെ കർത്താവ് കുറച്ചു നേരം ശമിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തിരിച്ചു വരും. എന്തിനാണെന്ന് അറിയാൻ പോലെ അത് മനസ്സ് കലങ്ങി ഇടിഞ്ഞു പോയവർ കർത്താവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു നാമത്തിൽ ഈ നിമിഷം സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവർ, ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. വിൽക്കാനുള്ള വസ്തുക്കൾ, വാങ്ങാനുള്ള വസ്തുക്കൾ, അതുപോലെ തന്നെ വെക്കാനുള്ള പുര വെക്കാനുള്ള സ്ഥലങ്ങൾ എല്ലാം കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് അത് നാളുകളായി നിലനിൽക്കുന്ന ദോഷങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിനും നയിക്കുക. ആമേൻ. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. ആരാധനയുടെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻ്റാണ്
അറിവ്. യോഹന്നാൻ 4:22 നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. അറിയുന്നതിനെ ആരാധിക്കും. പക്ഷെ അറിയുന്നതിനെ ആരാധിക്കുമ്പോൾ എന്താണ് റിസൾട്ട്? എന്താണ്? രക്ഷ യഹൂദരിൽ നിന്നാണല്ലോ. അറിയുന്നതിനെ ആരാധിക്കുന്നതിൽ നിന്നാണ് ക്രിസ്തുവിനെ കിട്ടുന്നത്. രക്ഷ എന്ന് പറയുന്നത് എന്താണ്? ലുക്ക 2:30 എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോൾ രക്ഷ എന്ന് പറയണത് ആരിൽ നിന്നാണ് വരണത്? ക്രിസ്തു ആരിൽ നിന്നാണ് വരണത്? ആർക്കാണ് ക്രിസ്തുവിന് അനുഭവവേദ്യമാകണത്? അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജപമാലയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ശവപ്രാണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ജപം ഭക്തിയോടും സത്യയോടും കൂടി ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾ അധികം വാരിക്കെട്ടി പ്രാർത്ഥിച്ചില്ലാലും ചെയ്യണ കാര്യങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ ചെയ്ത കാര്യം, വിമാനത്തിൽ ലൈറ്റില്ലായിരുന്നു. ലൈറ്റ് ഉണ്ടായിരുന്നത് കുറവായിരുന്നു ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ ഞാൻ എൻ്റെ കാന നമസ്കാരം എടുത്ത് മടി വെച്ചിട്ട് ലെൻസ് കൊണ്ടുപോയി. ഞാനിവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവിടെ ബാഗിൽ ലെൻസ് ഇംഗ്ലണ്ടിൽ ധ്യാനം ഉണ്ടായിരുന്നു. അതങ്ങനെ പോയതാണ് UK. അപ്പോൾ ഇവിടുന്ന് ലെൻസ് കൊണ്ടുപോയപ്പോൾ ഇവരെല്ലാം പറഞ്ഞ് എന്തിനാണ് വെച്ചാൽ ലെൻസ്? പക്ഷേ എനിക്കറിയാതെ എന്താണ് ലെൻസ് എന്ന്. എന്തെങ്കിലും വായിക്കേണ്ടി വരികയാണെങ്കിൽ എടുക്കാമെല്ലാം വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ വായിക്കേണ്ടി വന്നു. ഞാൻ കാന നമസ്കാരം തിരിച്ചു വെച്ചപ്പോൾ തുടർന്ന് വെച്ചപ്പോൾ ലൈറ്റ് കുറവാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ലെൻസ് വെച്ചാണത് വായിച്ചത് വിമാനത്തിൽ വെച്ച്. അപ്പോൾ എന്താണ് ഇത്? ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യാൻ. അപ്പോൾ പ്രാർത്ഥനയിലുള്ള വിഷയം അത് അത്രയും സൂക്ഷ്മത നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും നിങ്ങൾ കൊടുക്കണം. കാരണം ദൈവതിരുസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പണി മേടിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. കാര്യം ഇവർ ദൈവതിരുസന്നിധിയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇവർ പട്ടിയുടെ കാര്യം, പൂച്ചയുടെ കാര്യവും, അത്താഴത്തിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന് ആപ്പാടെ പ്രാർത്ഥിച്ച് പണി മേടിക്കും. അപ്പം നിങ്ങൾ ഓർക്കും പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ല പ്രാർത്ഥിച്ച് പണി മേടിക്കണേക്കാൾ നല്ലതെന്ന്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയണില്ല. അത് കോമൺ സെൻസ് ഉള്ളവർ അങ്ങനെ ചോദിക്കത്തില്ല. അത്രയും ഡേറ്റി ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെ ചോദിക്കത്തുള്ളൂ. കാര്യം പ്രാർത്ഥന ദൈവം നൽകുന്നൊരു വരവല്ലേ. അല്ല നമ്മളെന്തോ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യണ പോലെയാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത്. നിങ്ങൾ ഗുണം പിടിക്കാത്തതിൻ്റെ പല കാര്യങ്ങളും പ്രാർത്ഥന എന്തോ ദൈവത്തിന് വേണ്ടി നമ്മളെന്തോ ഔദാര്യം ചെയ്യണ പോലെ. അങ്ങനെയല്ല. എൻ്റെ കർത്താവിൻ്റെ ആത്മാവില്ലാതെ അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ആത്മാവ് മൂലമാണ് നമ്മളത് വിളിക്കണത്. റോമ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നതിനെ അത് ഒരു ദൈവസ്നേഹമുണ്ട്. വിളിക്കുന്നതിന് ആവശ്യമായൊരു ദൈവസ്നേഹമുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, ഒരു സമർപ്പണമുണ്ട്, ഒരു വിശ്വാസമുണ്ട്. ഇതെല്ലാം കൂടി കൂടുമ്പോൾ ദൈവത്തെ വിളിക്കാൻ പറ്റിയ പേരാണ് പിതാവ്. മനസ്സിലായ? ഒരു ദൈവ പൈതലിന് വിശ്വാസം കൂടുമ്പോൾ, പ്രത്യാശ കൂടുമ്പോൾ, സ്നേഹം കൂടുമ്പോൾ, ഇനി സമർപ്പണം കൂടുമ്പോൾ. കാര്യം വിശ്വാസം കൂടുമ്പോഴും ആൾക്കാർ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കും. പ്രത്യാശ കൂടുമ്പോഴും ഇന്നലെ നാളെ കിട്ടുമെന്നുള്ളത് പ്രതീക്ഷിക്കും. സ്നേഹം കൂടുമ്പോൾ നമ്മുടെ മെരിറ്റിൻ്റെ അപ്പുറത്തുള്ള കാര്യം ദൈവം തരുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ അതെല്ലാം വെള്ളിയാണെങ്കിൽ തനി തങ്കമെന്ന് വിളിക്കുന്നത് എന്താണെന്നറിയാമോ? സമർപ്പണമാണ്. കർത്താവിൻ്റെ അവസാന പ്രാർത്ഥന എന്താണ്? സമർപ്പണം. അതിനാണ് ഞാൻ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞാൻ ആമേൻ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. പക്ഷേ എൻ്റെ ദൈവത്തെ ഞാൻ അത്രയും കൊതിക്കുന്നു, സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മനസ്സിനെ സ്വയമായിട്ട് കീഴടങ്ങുന്നു. ആമേൻ. 2 കൊരിന്ത്യർ 1:21 വായിച്ച്. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ദൈവത്തിൻ്റെ 8855 വാഗ്ദാനങ്ങൾ ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതായത് പ്രശ്നത്തെ ക്രിസ്തുവാണ് ആമേൻ പറയുന്നത്. ക്രിസ്തുവിൻ്റെ രാജ്യം ഈ മേഖലയിൽ ദൈവഹിതം നിറവേറട്ടെ, ദൈവരാജ്യം പുലരട്ടെ, ക്രിസ്തു എന്ത് മനസ്സ് വിചാരിക്കുന്നുവോ അതിവിടെ നിറവേറട്ടെ എന്ന് പറയുന്നതിനാണ് ആമേൻ പറയുന്നത്.
ബൈബിൾ അവസാനിക്കണമെങ്കിൽ അറിയാമല്ല, മാറാനാത്ത ആമേൻ. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ ഞാൻ വേഗം വരുന്നു, ആമേൻ, കർത്താവേ യേശുവേ വരണമേ. ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നവൻ്റെ ഒരു ഫീലിംഗ് ലെവലുണ്ട്. അവൻ കർത്താവിനെ പ്രസൻ്റായിട്ട് അനുഭവിച്ചുകൊണ്ടാണ് അവൻ പറയണത് ആമേൻ പറയണത്. ബൈബിൾ എപ്പോഴും വായിക്കുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ലെവലൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി നോക്കണം. അതിനാണ് ഈ ബൈബിൾ പഠിക്കണത്. ചില ബൈബിൾ മലയാളത്തിൽ എഴുതിയ വായിച്ചാൽ മനസ്സിലാവില്ല, അങ്ങനെ വായിച്ചതല്ല, അതിൻ്റെ ഫീലിംഗ് ലെവലാണ് പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പറഞ്ഞില്ലേ കർത്താവേ വരണമേ എന്ന് പറയുമ്പോൾ അയാളിത് അവസാനിപ്പിക്കുകയും വെളിപാട് യോഹന്നാനിലൂടെ ഒഫീഷ്യലായിട്ട് അവസാനിക്കുകയും ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി, രക്ഷിക്കപ്പെട്ട എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഈ അപ്പോസ്തലൻ പ്രാർത്ഥിക്കലാണ്, മാറാനാത്ത, ഞങ്ങൾ കൊതിയോടെ കാത്തിരിക്കുന്ന കർത്താവേ വരണമേ, ആമേൻ. കൊരട്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ഇവിടെ നവംബർ മാസം ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിൻ്റെ കാരണം 35 വയസ്സായ മകൻ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഒരു 50 ദിവസം കഴിഞ്ഞപ്പോൾ ഈ മകൻ ഒരു 18 വർഷത്തിലധികമായിട്ടുണ്ട് കുടുംബ പ്രാർത്ഥന ചെല്ലില്ലായിരുന്നു. അപ്പോൾ 50ാമത്തെ ദിവസം ഈ മകൻ ഞങ്ങളാരും പറയാതെ തന്നെ അവിടെ വന്ന് മുട്ടുകുത്തിന്ന് കൊന്ത ചെല്ലാൻ തുടങ്ങി. അതിന് ശേഷമാണ് പിന്നീട് മകൻ തന്നെ വന്ന് പറഞ്ഞു, വിവാഹത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു. പിന്നീട് വിവാഹത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി. നല്ല ദൈവഭക്തിയുള്ള നല്ലൊരു പെൺകുട്ടിയെ തന്നെ ആ മകന് ലഭിക്കുകയും ചെയ്തു. ഇപ്പം വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ടും ജീവിക്കുന്നു. പിന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഇടത്തെ കൈയുടെ ഷോൾഡറിൽ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര വേദനയും, ജോലി ചെയ്യാൻ പറ്റില്ല, ഒന്നിനും സാധിക്കാത്തൊരവസ്ഥ, കൈ പൊക്കാനേ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥ വന്നപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഷോൾഡറിൽ 2 എല്ല് വിട്ടിരിക്കുകയാണ്, അതിനകത്ത് മജ്ജയും ബ്ലഡും ഒക്കെ ക്ലോട്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം മാറ്റിയതിന് ശേഷം ഓപ്പറേഷൻ ചെയ്ത് നമുക്കത് ശരിയാക്കാം. പക്ഷേ അത് ശരിയാവും എന്ന് ഉറപ്പില്ല. 80,000 രൂപ ചിലവ് വരും, അത് ഉറപ്പില്ല. ഇപ്പോൾ തൽക്കാലം ഒരു 400 രൂപയുടെ ഇഞ്ചക്ഷൻ അവിടെ ഷോൾഡറിൽ എടുത്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷേ 3 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ 3 മാസം കൂടി കഴിഞ്ഞ് നമുക്ക് ഈ ഇതെടുക്കേണ്ടി വരും, ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. വേദന പൂർണ്ണമായിട്ടും വിട്ടുമാറിയുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഈ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി 2 ആഴ്ച വരെ ഞാൻ വേറെ ഒരു മരുന്നും ചെയ്തില്ല. ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം തന്നെ പുരട്ടി 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പം എനിക്കൊരു കുഴപ്പമില്ല. 1.5 വർഷമായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഈ കൈ പൊക്കനും ഇതിനകത്ത് എല്ലാ ജോലിയും എനിക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ നഖം പഴുത്ത്, ഈ അണുക്കൾ കയറി, അണുബാധ കയറി പഴുത്ത് ആകെ ഇതായിട്ടിരിക്കുന്നു. അങ്ങനെ വേദന സഹിക്കാതെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നഖത്തിൻ്റെ ബാക്കിലുള്ള സ്കിൻ അത് എടുത്ത് ചുരണ്ടി കളഞ്ഞതിന് ശേഷം മാത്രമേ അത് പോകുള്ളൂ. അതും പൂർണ്ണമായിട്ട് പോകില്ല. ഞാനിപ്പോൾ തൽക്കാലം ഒരു തുള്ളിമരുന്ന് തരാം, അത് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നിട്ട് തുള്ളിമരുന്ന് ഉപയോഗിച്ചില്ല. ഞാൻ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടി ഇപ്പം മറ്റു എല്ലാ വിരലുകളെക്കാളും ഏറ്റവും നന്നായിട്ട് എൻ്റെ ഈ വിരൽ ഇരിപ്പുണ്ട്. ഇപ്പോൾ പഴുപ്പില്ല, ഒരു കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നു. പിന്നെ വിദേശത്തുള്ള മകൻ്റെ കുട്ടി എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് വായിൽ വെച്ച് കൊടുക്കുന്നതിന് മുൻപ് ഛർദി തുടങ്ങും. അങ്ങനെ ഒരു 4 വർഷമായി ഈ ഛർദി തന്നെയാണ്. വിദേശത്തുള്ള മകനാണ്. പക്ഷേ ഞാനപ്പോൾ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വയറ്റിൽ ഈ തൈലം പുരട്ടി ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ എനിക്ക് ഫോൺ വന്നു, അമ്മ ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ആ മകൻ ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഫോൺ വന്നു. അതുപോലെ തന്നെ ഈ മകൻ്റെ വേറൊരു പെൺകുട്ടിക്ക് സോറിയാസിസ് വന്ന് ശരീരം മുഴുവനും പഴുക്കുന്ന അവസ്ഥയായിരുന്നു. അതും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, അതും വിദേശത്തുള്ള കൊച്ചു തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പുരട്ടി ഇപ്പം ആ കുഞ്ഞിൻ്റെയും ഇതൊക്കെ മാറി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. ഇതാണ് എനിക്ക് കിട്ടിയ സാക്ഷ്യം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഞാൻ പുതുക്കരി സെൻറ്റ് സേവിയേഴ്സ് ചർച്ച് ഇടവാംഗമാണ്. ഞാൻ 2023 ജനുവരി 10-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ ചേച്ചി വിദേശത്ത് നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ച് ഇവിടെ വന്നത്. എൻ്റെ ചേച്ചിക്ക് ഒരു ലാസ്റ്റ് 3 മാസമായിട്ട് കഴുത്തിന് ഭയങ്കര വേദനയായിട്ട് കഴുത്ത് തിരിക്കാനോ അനക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അതങ്ങനെ കൂടി ജോലി ചെയ്യുന്നിടത്തൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായി.
അതുപോലെ തന്നെ വലത് കൈയുടെ ഒരു സൈഡ് ഇങ്ങനെ പെരുക്കുന്ന പോലെയൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കണ്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ പാടാണ് അവിടെ. അപ്പോൾ ഉടനെ നാട്ടിലേക്ക് വരാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ചൊവ്വാഴ്ചകളിലെ ധ്യാനത്തിൽ അച്ഛൻ രോഗസൗഖ്യ ശുശ്രൂഷ നടത്തുന്ന സമയത്ത് കഴുത്തിന് വേദനയുള്ളവർ അവിടെ തൊട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ എൻ്റെ കൈകൾ വെച്ച് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ധ്യാനം കഴിഞ്ഞു. 3-ാമത്തെ ധ്യാനം ആയപ്പോഴത്തേക്കും ചേച്ചിയുടെ വേദന പൂർണ്ണമായിട്ടും മാറി. ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. ജോലി ചെയ്യുമ്പോഴും പ്രശ്നങ്ങളൊന്നുമില്ല. കൈയുടെ മരവിപ്പും പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ വിദേശത്ത് പഠിക്കാനായിട്ട് ഒരുപാട് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും തന്നെയാണ് എല്ലാം ചെയ്തിരുന്നത്. ഞങ്ങൾക്ക് ഏജൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ഒരു 6-7 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തു. അവിടെ എല്ലാം തന്നെ റിജക്ഷൻ വന്നു. നല്ല മാർക്ക് ഉണ്ടായിട്ട് പോലും റിജക്ഷൻ വന്നു. റിജക്ഷൻ വന്നത് എന്താണെന്ന് കാരണം പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഉറപ്പിലായിരുന്നു ചെയ്തത്. പിന്നെ എൻ്റെ ഹോപ്പെല്ലാം പോയി. എനിക്ക് ഉണ്ടായിരുന്ന ജോലി വരെ റിസൈൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത ദിവസം ഇത് ഉടമ്പടി വിഷയമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ജനുവരി 10-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഫെബ്രുവരി 4-ാം തീയതി ആയപ്പോൾ തന്നെ എനിക്ക് ഒരു ഓഫർ കിട്ടി. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ വരെ മറന്നു കിടന്ന ഒരു ആപ്ലിക്കേഷനായിരുന്നു അത്. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ റെഡിയായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്ക് എൻ്റെ അതേ സെയിം മാർക്കും എല്ലാം ഒരേപോലെ ആയിട്ട് പോലും എനിക്ക് മാത്രമാണ് അവിടെ കിട്ടിയത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എനിക്ക് വേണ്ടി വാങ്ങിത്തന്ന അഡ്മിഷനാണെന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ എനിക്ക് അവിടെ അക്കോമഡേഷൻ കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അവിടെ അക്കോമഡേഷൻ കിട്ടാൻ വലിയ പാടാന്ന് എല്ലാവരും പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടും എനിക്ക് കിട്ടിയില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ എനിക്ക് വേണ്ടി അവിടെ അക്കോമഡേഷൻ റെഡിയാക്കി തന്നു. ഞാൻ പോലും വിചാരിക്കാത്ത വേഗത്തിൽ എനിക്ക് അവിടെ അക്കോമഡേഷൻ മാതാവ് റെഡിയാക്കി തന്നു. അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മമ്മിക്ക് 2 വർഷമായിട്ട് നടുവിൻ്റെ തേയ്മാനം മൂലം നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. കാലിന് ഭയങ്കര വേദനയായിട്ട് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞെങ്കിലും വീട്ടിൽ ഒന്ന് ജോലി ചെയ്യാനോ സ്വന്തം കാര്യം ചെയ്യാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടിയുടെ വെഞ്ചരിച്ച തൈലം കാലിലൊക്കെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ വേദനയ്ക്ക് നല്ല കുറവുണ്ട്. അത്യാവശ്യം നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ 2020 എനിക്ക് PCOD ഡിസീസ് വന്നു. അപ്പോൾ എനിക്കിവിടെ വരാൻ സാധിച്ചില്ല. കൊറോണ ആയത് കാരണം ഞാൻ ഓൺലൈനിൽ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് എടുത്ത് പ്രാർത്ഥിച്ചു. ആദ്യം കുറച്ച് ദിവസങ്ങളിലൊക്കെ മരുന്ന് കഴിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരുമായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് വഴി പ്രാർത്ഥിച്ചു. ഇപ്പോൾ പൂർണ്ണമായും മാറി. ഇപ്പോൾ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല. ഈശോയ്ക്കും തിരുക്കുമാരനും അമ്മയ്ക്കും 1000 നന്ദി. 2019 ഒക്ടോബർ മാസമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിലെ ആദ്യത്തെ നിയോഗം UK പോയി സെറ്റിലാകുക എന്നുള്ളതാണ്. അതിന് ഒത്തിരിയേറെ തടസ്സങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നു. അതിൽ ആദ്യം എടുത്തു പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒക്ടോബർ മാസം 2022 ഞാനൊരു തണുത്ത വെള്ളം കുടിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പനിയും തൊണ്ടവേദനയുണ്ടായി. അപ്പോൾ അതേ തുടർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ പനി മാറി. പക്ഷേ തൊണ്ടവേദന അങ്ങനെ തന്നെ നിലനിന്നു. ഡോക്ടറിനെ കാണാൻ പോയി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കഴുത്തെല്ലാം നീരായി. അങ്ങനെ ഡോക്ടറിനെ കാണാൻ പോയി. സ്കാനിങ് ഒക്കെ നടന്നു. അപ്പോൾ അതിൽ ട്യൂമറുണ്ട്, അത് ക്യാൻസറാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോഴേക്കും ഡോക്ടർ ട്രിവാൻഡ്രം RCCയിൽ റെഫർ ചെയ്തു. RCCയിലെ ഡോക്ടറിനെ നവംബർ 2-ാം തീയതിയാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, തൈറോയിഡിൻ്റെ ഗ്ലാൻഡ് 2ഉം റിമൂവ് ചെയ്യേണ്ടി വരും. അത് ജനുവരി 7-ാം തീയതിയിലാണ് സർജറി വെച്ചത്. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് ജനുവരി 7-ാം തീയതി വരാൻ പറ്റത്തില്ല. 2023 ജനുവരി 7-ാം തീയതി എനിക്ക് വരാൻ പറ്റത്തില്ല, എനിക്ക് UK പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താ പഠിച്ചേ? ഇപ്പം ഞാൻ പറഞ്ഞു ANM. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, പ്രയോറിറ്റി ലിസ്റ്റിൽ ഇട്ട് വയ്ക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പ്രയോറിറ്റി ലിസ്റ്റിൽ എന്നെ ഇട്ടു. ഒത്തിരിയും പേര് പ്രയോറിറ്റി ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇനി ഇത് ഡിസംബറിൽ വല്ലതും ആയിരിക്കും നടക്കുകയെന്ന് കരുതി. അപ്പോൾ എനിക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഇൻ്റർവ്യൂവും ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ട് ദുബായിൽ പോകണം. അപ്പോൾ നവംബർ 2-ാം തീയതി ഞാൻ ഡോക്ടറിനെ കണ്ടു. 8-ാം തീയതി ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നു. 8-ാം തീയതി വിളിച്ചിട്ട് പറഞ്ഞു നാളെ തന്നെ ഹോസ്പിറ്റലിലോട്ട് വരണം. ഞാൻ 9-ാം തീയതി ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു വേഗം അഡ്മിറ്റ് ആയിക്കോ, പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് വിളിച്ചതാണ്, അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു.
അപ്പോൾ RCCയിൽ ഒരു ഓപ്പറേഷൻ സർജറി കിട്ടുക എന്ന് പറഞ്ഞാൽ ഡേറ്റ് കിട്ടുക വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് മാതാവ് വളരെ പ്ലാൻ ചെയ്ത് അത് എനിക്ക് ഒരുക്കി തന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല 9-ാം തീയതി ഞാൻ അഡ്മിറ്റായി, 12-ാം തീയതി സർജറി നടന്നു. അപ്പോൾ ഇതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ചു പ്രാർത്ഥിച്ചു, മാതാവിനെ വിളിച്ചാണ് ഞാൻ സർജറിക്ക് കയറിയത്. അപ്പം ഒരു തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷനും എനിക്കുണ്ടായില്ല. അതിൻ്റെ അടുത്ത ദിവസം തന്നെ എന്നെ വാർഡിലോട്ട് മാറ്റി. 3 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. 15-ാം തീയതി നവംബർ 15-ാം തീയതിയാണ് എനിക്ക് കോഴ്സ് വെച്ചിരുന്നത്. ട്രെയിനിങ്ങും ഇൻ്റർവ്യൂ ഒക്കെ 15-ാം തീയതിയാണ് ദുബായിൽ പോകാനുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ആ ഒരു ഡേറ്റ് മാറ്റി അത് ഡിസംബർ 9-ലേക്ക് മാതാവ് അതിനെ റീഷെഡ്യൂൾ ചെയ്തു തന്നു. അത് ഒരു മാസത്തെ ഏകദേശം 28 ദിവസത്തെ റെസ്റ്റോടുകൂടെ എനിക്കത് പോകാൻ പറ്റി. അവിടെ പോയിട്ട് ട്രെയിനിങ്ങും ഇതും ഞാൻ ആകെ സർജറി കഴിഞ്ഞതുകൊണ്ട് തന്നെ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. എനിക്ക് ഏറെ മെഡിക്കൽ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ 15 പേര് നടന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അതിൽ ഏറ്റവും ബാക്ക്വേർഡായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്. കാരണം എനിക്ക് ഈ മരുന്ന് കഴിച്ചതിൻ്റെ സെഡേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ഉറക്കമാണ്, ആക്റ്റീവൊന്നുമല്ല ഞാനപ്പം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ് എനിക്ക് തന്നെ ഫീൽ ചെയ്തത്. അത് 3 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ 2 എനിക്ക് കയറാൻ സാധിച്ചു, 2 ഫെയിലായി. അത് കഴിഞ്ഞ് വിസ തീർന്നു. ജനുവരി 9 നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് പിന്നെ അവർ വീണ്ടും ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് തന്നു. ജനുവരി 18-ാം തീയതിയാണ് അടുത്ത ഇൻ്റർവ്യൂ. അപ്പോൾ 18-ാം തീയതിയുള്ള ഇൻ്റർവ്യൂവിൽ 8 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ BSc നഴ്സ്, GNM, ANMക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് മാത്രമാണ് അന്നത്തെ ഇൻ്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടിയത്. 8 പേരിൽ ഞാൻ മാത്രമേ സെലക്ട് ആയുള്ളൂ. 15 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ 6 ചാൻസേ ഉണ്ടായിരുന്നുള്ളൂ. 6 പേരിൽ ആദ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞത് എനിക്കാണ്. അപ്പം ഏറ്റവും ബാക്ക്വേർഡായിട്ടിരുന്ന എന്നെ മാതാവ് ആദ്യം എത്തിച്ചിരിക്കുകയാണ്. അപ്പം മാതാവിൻ്റെ ഇതിലെല്ലാം ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ചാണ് പ്രാർത്ഥിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യത്തിനും ഒരുപാട് തടസ്സങ്ങൾ ഇതിൽ നേരിട്ട് അതെല്ലാം എനിക്ക് മാതാവ് തരണം ചെയ്തു തന്നു. മാതാവിനും യേശുവിനും 1000 നന്ദി. എൻ്റെ പേര് ഗ്രേസമ്മ പാപ്പച്ചൻ. ഞാൻ പൂന്തോപ്പ് സെൻറ്റ് ഫ്രാൻസിസ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് കൃപാസനത്തിൽ നിന്ന്, അമ്മ മാതാവിൽ നിന്നും യേശുവിൽ നിന്നും കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനും അതിൻ്റെ സാക്ഷ്യം വഹിക്കാനുമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒന്നാമതായി എനിക്ക് 40 വയസ്സ് കഴിഞ്ഞപ്പം മുതൽ നല്ല നടുവേദനയായിരുന്നു. ഞാൻ പെയിൻ വരുമ്പം ഗുളിക കഴിച്ച് ഇങ്ങനെ അത് സഹിച്ച് ജീവിക്കുമായിരുന്നു. അച്ഛൻ ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ വേദനയുള്ള സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും നടുവിന് കൈവച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ വേദന നല്ല രീതിയിൽ മാറിക്കിട്ടുകയും ചെയ്തു. എന്നാലും കട്ടിയുള്ള പണികളൊക്കെ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചെറിയ വേദന വരാറുണ്ട്. അത് ഞാൻ തൈലം പുരട്ടി അത് സഹിച്ചു പോകുന്നു. എന്നാലും ആദ്യമുണ്ടായിരുന്ന വേദനയിൽ നിന്നും വളരെ ആശ്വാസം കിട്ടിയിട്ടുണ്ട്. രണ്ടാമതായി എൻ്റെ മകൾ MScക്ക് പഠിക്കുമ്പോൾ അവൾക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് പഠിച്ചിട്ടും തീരുന്നില്ല അമ്മയെന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല മോളെ, ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കാം, മോൾ പഠിച്ചോ, ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പഠിച്ചു. ഡിസ്റ്റിങ്ഷനോടുകൂടി അവൾ പാസ്സായി. അത് കഴിഞ്ഞ് അവൾ വിചാരിച്ച് ഇപ്പം നല്ല കഴിവുണ്ടല്ലോ എന്ന് വിചാരിച്ച് അവൾ IELTSന് ശ്രമിച്ചു. പക്ഷേ 4 പ്രാവശ്യം എഴുതിയിട്ടും അവൾക്ക് കിട്ടിയില്ല. അതിനിടയിൽ അവളുടെ കല്യാണം കഴിഞ്ഞു, ഒരാൺകുട്ടിയും ഉണ്ടായി. പക്ഷേ ഈ IELTS മാത്രം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞു, മോള് ഉടമ്പടിയിൽ അമ്മ പ്രാർത്ഥിക്കുമ്പം മോളും അമ്മയുടെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാനത് ഉടമ്പടിയിൽ വെച്ചു. അവൾക്ക് UK പോകാനുള്ള സ്കോർ കിട്ടി. അവൾ UK പോയി. മിനിഞ്ഞാന്ന് അവളും ഫാമിലിയും കൂടെ ഭർത്താവും കുഞ്ഞുമായിട്ട് UK പക്ഷെ അവിടെ നല്ല തണുപ്പാണ്. സഹിക്കുന്നതിനുള്ള ശക്തി കൊടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡാണിത്. ഹസ്ബൻഡിന് ഇടയ്ക്ക് ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ബെർട്ടിൽ എന്ന് പറയുന്ന ഒരു ഗുളിക കഴിച്ചത് ആശ്വാസം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഒരു ദിവസം നല്ലപോലെ അബ്നോർമൽ പോലെ പെരുമാറുകയും വളരെ നമുക്ക് പേടി വരുന്ന വിധത്തിൽ പുള്ളി ബിഹേവ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ ഉടനെ ഉടമ്പടി തൈലം എടുത്ത് പുള്ളിയുടെ നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു തുള്ളി തേൻ പുള്ളിയുടെ നാക്കയിൽ ഒഴിച്ചു കൊടുത്തു.
എന്തായാലും ഇച്ചിരി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ല, ഹോസ്പിറ്റലിൽ പോയി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെക്ക് ചെയ്യണം എന്നും പറഞ്ഞ് പുള്ളി തന്നെ ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പം ഷുഗർ ഡൗൺ ആയിരുന്നു. ആ ഷുഗർ മേക്കപ്പ് ആകാനുള്ള ഗുളിക ഡോക്ടർ കൊടുത്തു. ഇപ്പം മരുന്നൊന്നും പ്രത്യേകിച്ച് കഴിക്കുന്നില്ല. വല്ലപ്പോഴും തലകറക്കം പോലെ തോന്നുമ്പം ഒരു 2-3 മാസത്തിനുള്ളിൽ വരുവാണെങ്കിൽ മാത്രം ഒരു ഗുളിക എടുത്ത് കഴിക്കാറുണ്ട്. പിന്നെ നാലാമതായിട്ട് എൻ്റെ ഇളയ മകൻ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടും അവന് സ്ഥിരമായ ഒരു ജോലി ഇല്ലായിരുന്നു. അവനോട് ഞങ്ങൾ പറഞ്ഞു, നീയും IELTS എഴുത്, അപ്പം നിനക്ക് കിട്ടും. അവൻ പറഞ്ഞു, ഒരിക്കലും എനിക്ക് കിട്ടത്തില്ല, കാരണം ഭയങ്കര പാടാന്ന് പറഞ്ഞു. ഏതായാലും അവൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുകയും ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അവൻ IELTS നല്ല സ്കോറോടുകൂടി പാസ്സാകുകയും ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇൻ്റർവ്യൂവിലും അവൻ പാസ്സാകുകയും ചെയ്തു. മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ ഈ ഉടമ്പടി തൈലവും തേനും കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഞങ്ങളുടെ അയൽപ്പക്കത്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് നല്ല നെഞ്ചുവേദനയൊക്കെ വരുമ്പം ടീച്ചറെ ഒന്ന് സഹായിക്കണേ എന്ന് പറയുമ്പം ഞാൻ ഈ ഉടമ്പടി തൈലവും തേനുമായിട്ട് ചെന്ന് അവരുടെ വേദനയുള്ള സ്ഥലത്ത് പുരട്ടി കൊടുക്കുകയും വിശ്വാസപ്രമാണം ചൊല്ലി നല്ല രീതിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും. പിറ്റേ ദിവസം അവർ വിളിച്ചു പറയും, ടീച്ചറെ നല്ല ആശ്വാസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ കൃപാസനത്തിൽ പോയി മാതാവിനോട് നന്ദി പറയണം, അല്ലാതെ എന്നോടല്ല പറയണ്ടേ, മാതാവാണ് അവിടെ പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞ് അവരിപ്പം 15-ാം തീയതി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനിരിക്കുകയാണ്. പിന്നെ ഒരു കൊച്ച് അവനെ പ്രസവിച്ച് ഒരു 7-ാമത്തെ ദിവസമായപ്പം അവനൊന്ന് ഛർദ്ദിച്ച് അതിൻ്റെ കൂടെ രക്തവും കൂടെ വന്നു. അപ്പോൾ അവർ പേടിച്ച്, അപ്പോൾ എന്നോട് പറഞ്ഞു, ഗ്രേസമ്മേ നീ ഒന്ന് പ്രാർത്ഥിക്കടേ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവ് ആ കുഞ്ഞിന് ആശ്വാസം കൊടുക്കുകയും ആ ഛർദിലിൻ്റെ ശക്തി കൊണ്ട് തൊണ്ട പൊട്ടി രക്തം വന്നതാണ്, അല്ലാതെ അവനൊരു അസുഖം ഇല്ലെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വളരെയധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നിട്ടുണ്ട്. ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നു. ദൈവത്തിന് മഹത്വം, യേശുവിന് സ്തോത്രം, മാതാവിന് നന്ദി. എൻ്റെ പേര് ആൽബിൻ. ഞാൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 3 സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ആൺകുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുകയും മാതാവിൻ്റെ മാധ്യസ്ഥം തേടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി 3ാമത്തെ കുഞ്ഞ് ആൺകുഞ്ഞിനുണ്ടായി. 2ാമത്തെ സാക്ഷ്യം, ഞാനും ഭാര്യയും കാനഡയ്ക്ക് പോകാൻ വേണ്ടി 8 വർഷമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ട സ്കോറും ഉണ്ടായിരുന്നു, ഞങ്ങൾ പൈസയും കൊടുത്തിട്ടാണ്. പക്ഷേ പല തടസ്സങ്ങൾ മൂലം ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല. ഞങ്ങൾ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു. ഞങ്ങൾ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1 മാസം മുൻപ് ഭാര്യയ്ക്ക് പെട്ടെന്ന് ഒരു UK ഇൻ്റർവ്യൂ വരികയും അത് പാസ്സാവുകയും ചെയ്തു. എനിക്കും ഭാര്യയ്ക്കും വിസ വന്നു. ഭാര്യ മെനിഞ്ഞാന്ന് UK പോയി. ഞാൻ കുഞ്ഞുങ്ങൾക്ക് വിസ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇന്ന് പിള്ളേർക്കും വിസ വന്നു, എനിക്കും വിസ വന്നു. പിന്നെ 3ാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കടബാധ്യത വീട്ടാൻ വേണ്ടി ട്രൈ ചെയ്തെങ്കിലും സാധിച്ചില്ല. അപ്പം ബാങ്കുകാർ ജപ്തി നടപടി ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ച് വെഞ്ചരിച്ച ഉപ്പ് പറമ്പിൽ വിതറുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ജപ്തി നടപടി ഒഴിവായിപ്പോയി. എനിക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാപിച്ച കൃപാസനം മാതാവിന് എന്നെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് വരായിരുന്നു നന്ദി. കുഞ്ഞുങ്ങൾക്ക് 3 പേരും സംസാര വൈകല്യം ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ നാവിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ തൈലം അവിടെ നെറ്റിയിൽ പുരട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി കുഞ്ഞുങ്ങളെ സംസാര വൈകല്യം മാറിപ്പോയി. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. യേശുവിന് നന്ദി. എൻ്റെ പേര് ജീന ജോർജ്. ഞാൻ കറുകടം കോതമംഗലത്തുനിന്ന് വരുന്നു. ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. 2019 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും അധ്യാപകരാണ്. ഒരു 10-15 വർഷമായിട്ട് ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭവനത്തിന് വേണ്ടി അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ ഒന്നും ഒരു തീരുമാനമാവുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തക എന്നെ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുക. അന്നേരം ഞാനൊരു സിസ്റ്റേഴ്സൊക്കെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തിലാണ് പഠിപ്പിക്കുന്നത്. ഹസ്ബൻഡും ഒരു രൂപതയുടെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെയുള്ള അധ്യാപകർക്കൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാലും ഞാൻ ഒത്തിരി
അന്വേഷിച്ച് ഒത്തിരി മനസ്സിലാക്കി ഒരു വിമർശന ബുദ്ധിയോടുകൂടിയൊക്കെ തന്നെയാണ് ആദ്യം വരിക. പക്ഷേ രണ്ടാമത്തെ വരവിൽ അന്ന് എല്ലാ മാസം തന്നെ ഇവിടെ ചൊവ്വാഴ്ച ധ്യാനം കൂടാനായിട്ട് വരുമായിരുന്നു. അന്നേരം ഞാനൊരു നിരീക്ഷണ ബുദ്ധിയോടുകൂടിയാണ് ഇത് നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. അന്നേരം എന്നെ മനസ്സിലാക്കി തരുന്ന വിധത്തിൽ എന്നോണം എൻ്റെ കൂടെയുള്ള ഒരു ചേച്ചി, ഞാനൊന്നും ഒരു പരിചയമില്ലാത്ത ആ ചേച്ചി എന്നോട് ആ ചേച്ചിക്ക് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇങ്ങനെ എൻ്റെ കൂടെ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ എനിക്കൊരു വിശ്വാസം വന്നു. കാരണം എന്നെ അതുപോലെ എൻ്റെ ആൻറ്റിയും ഒരു സിസ്റ്ററാണ്, എല്ലാവരും. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ വരുന്നതേ ഇങ്ങോട്ട് പോരുന്നെന്ന് കേൾക്കുമ്പോൾ തുടങ്ങി വഴക്ക് പറയും. തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഞാൻ വഴക്ക് കേൾക്കും. അപ്പോൾ എനിക്ക് ആകെ തന്നെ ഒരു വിഷമമായിരുന്നു. എന്നിരുന്നാലും ഞാനിതിനെ നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുവന്നാലും ഇതൊരു നവീകരണത്തിന് ഉതകുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാനിതിൽ തന്നെ ഉറച്ചു നിന്നു. ഞങ്ങളുടെ അധികം താമസിയാതെ 2019 അവസാനമായപ്പോഴേക്കും ഒരു തീരുമാനത്തിലെത്തി, വീട് അവിടെ തന്നെ ഉള്ള വീട് നന്നായിട്ടൊന്ന് മോഡിഫൈ ചെയ്യാമെന്ന്. പക്ഷെ ആ തീരുമാനമെടുത്ത് അധികം താമസിയാതെ അതിന് വേണ്ടിയിട്ട് പദ്ധതികൾ പ്ലാൻ ചെയ്തു വന്നപ്പോഴേക്കും ഒത്തിരി തടസ്സങ്ങളൊന്നും അസുഖങ്ങളായിട്ട് മറ്റ് പല രീതിയിൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് ഒത്തിരി തടസ്സങ്ങൾ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്നു. എന്നിരുന്നാലും ആ വിശ്വാസം നമ്മളെ പരീക്ഷിക്കപ്പെടുന്നത് പോലെ തന്നെയുള്ള പരീക്ഷണങ്ങൾ തന്നെയായിരുന്നു. അതിനോടനുബന്ധിച്ച് നമ്മുടെ കൃപയും മാതാവിലുള്ള വിശ്വാസവും അതുപോലെ എല്ലാ ദിവസവും ടോക്ക് ഒരു നേരത്തിന് പോലും പല നേരം ടോക്ക് കേൾക്കുകയും ആരാധനയിൽ പങ്കെടുക്കുകയും കൂടുതൽ പ്രാർത്ഥന ചെല്ലുകയും അങ്ങനെ ആ പരീക്ഷണങ്ങളൊക്കെ അതിജീവിക്കുകയും എല്ലാ ദിവസവും തന്നെ വിശുദ്ധ ബലിയിൽ, അന്നേരം ഞങ്ങൾ ജോലിക്കാരായതുകൊണ്ട് ഹസ്ബൻഡിന് ഒത്തിരി നേരത്തെ പോകുന്നതുകൊണ്ടും അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ട്. എന്നിരുന്നാലും എല്ലാ ദിവസവും ആ തടസ്സങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോകുകയും 3 കിലോമീറ്റർ അപ്പുറമാണ്. എന്നാലും ഞാൻ സ്കൂട്ടർ ഓടിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് പോയ ശേഷമാണ് ജോലിക്ക് പോയിരുന്നത് എല്ലാ ദിവസവും തന്നെ. അങ്ങനെ ഒരു 1.5 വർഷത്തോളം ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് നല്ലൊരു രീതിയിൽ തന്നെ ഭവനം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. കാരണം അതോടൊപ്പം തന്നെ എൻ്റെ വിശ്വാസം എന്തിനെ നേരിടാനുള്ള ഒരു ശക്തി എനിക്ക് ലഭിച്ചു. എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിനും, കാരണം എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വേദപാഠം എല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ആ വിശ്വാസം പല പരീക്ഷണങ്ങളാൽ പരീക്ഷിക്കപ്പെടുമ്പോഴാണല്ലോ നമ്മുടെ വിശ്വാസം ഉറച്ചതാവുന്നത്. എൻ്റെ മക്കൾക്കും അത്തരത്തിലൊരു വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് സാധിച്ചു. അത്രമാത്രം പരീക്ഷണങ്ങളുണ്ടായിരുന്നു. ഇതിനിടയിൽ 2019 എൻ്റെ മകൻ +2 കഴിഞ്ഞ് JEE മെയിൻസ് എഴുതിയിരുന്നു. JEE മെയിൻസിന് അത്യാവശ്യം നല്ല സ്കോർ തന്നെ കിട്ടിയിരുന്നു, 97% കിട്ടിയിരുന്നു. പക്ഷേ അതിനുശേഷം ബോർഡ് എക്സാമും കഴിഞ്ഞ് അതിനുശേഷം എല്ലാവർക്കും അറിയാവുന്ന പോലെ JEE അഡ്വാൻസിന് ക്വാളിഫൈ ആയി. 1.5 മാസം അത്രമാത്രം തീക്ഷ്ണമായി പഠിക്കേണ്ട ഒരു സമയമാണ്. 1.5 മാസം അത്രമാത്രം അധ്വാനിച്ച് മാത്രമേ JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു സമയത്ത് മകൻ വേറെ എൻ്റെ അടുത്തല്ലായിരുന്നു, ഒരു പേയിങ് ഗസ്റ്റായിട്ടാണ് നിന്നിരുന്നത്. അവർ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കി കഴിഞ്ഞപ്പോൾ JEE അഡ്വാൻസിന് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻറ്റിയോട് പറഞ്ഞു, ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ പോവാം, ഫോട്ടോസ്റ്റാറ്റ് കടയിൽ പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, ആൻറ്റി സമ്മതിച്ചു. പോയി പ്രിൻ്റ് എടുത്ത് വന്നു. ഒരു ഫുൾ ബണ്ടിൽ, ഫോട്ടോസ്റ്റാറ്റ് ബണ്ടിൽ എന്തോ പ്രിൻ്റ് എടുത്തിട്ട് വന്നു. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്, റൂം അടച്ചിട്ട് നമ്മളൊരു സിംഗിൾ റൂമൊക്കെ എടുത്ത് കൊടുത്തേക്കുവാണ്, ഫുള്ളായിട്ടിരുന്ന് പഠിക്കണം എന്നൊക്കെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. അപ്പോൾ അവർ പറഞ്ഞു വെള്ളം കുടിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുമായിരുന്നു, ഇപ്പോൾ അങ്ങനെ വരുന്നില്ല, പകലില്ലാത്ത എന്തോ വായിക്കുന്നോ സംശയമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കിക്കോളൂ, സൂക്ഷിച്ചോളൂ, ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞു. അവർ നോക്കി 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ടീച്ചറെ പഠിക്കുകയല്ല, എന്തോ വായിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതൊന്നും അവൻ ഇല്ലാത്ത സമയത്ത് ഒന്ന് റൂമിൽ കയറൊന്ന് പരിശോധിക്കുക. അപ്പോൾ അവർ പറഞ്ഞു എന്തോ ഒരു സാധനം ഫുൾ പ്രിൻ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മോനെ എൻ്റെ തന്നെ വീട്ടിലേക്ക് പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ ആ മൂടൊക്കെ മാറിപ്പോയി, ഇവനാകെ മാറിപ്പോയി. ഇവന് ആരോടും സംസാരിക്കില്ല, ഒറ്റയ്ക്ക് കയറിയിരിക്കുന്നു, ഇതിങ്ങനെ വായിക്കുന്നു. നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ആകെ എൻ്റെ ഒരു അന്നേരത്തെ കാരണം ഹസ്ബൻഡും ഒത്തിരി ദേഷ്യപ്പെട്ടു തുടങ്ങി. കാരണം ഇത്രയും ഒക്കെ ആയ അവസ്ഥയിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ കൊണ്ട് ഇതുപോലെ ആവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും പ്രാർത്ഥനയിൽ ഒത്തിരി ആശ്രയിച്ച് ഉടമ്പടി ഉപ്പ് നമ്മൾ ഭക്ഷണത്തിലും പനി ലൈം ജ്യൂസിലൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് ഏറെ മാറ്റങ്ങളുണ്ടായി. പിന്നെ നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കുകയും കുറേ ദിവസങ്ങൾ അവൻ്റെ കൂടെ പിന്നെ ഞാൻ ഇരുന്ന് ഒക്കെ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് കേരള എൻട്രൻസ് എഴുതാൻ കഴിഞ്ഞപ്പോൾ മാത്സിൻ്റെ എക്സാമിന് പോയിട്ട് ഒരു മൂഡില്ല എന്നും പറഞ്ഞിട്ട് ഇച്ചിരി 1-2 ആൻസറൊക്കെ എഴുതിയിട്ട് തിരികെ പോന്നു. മറ്റ് ഒരു എക്സാം കുഴപ്പമില്ലാതെ എഴുതിയുണ്ട്, അത്യാവശ്യം ഇടത്തരം ഒരു റാങ്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ പ്രതീക്ഷിക്കാത്ത ഒരു റാങ്കോ യാതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും മോൻ ഹോസ്റ്റലിലേക്കൊന്നും പോകണ്ട, ഇവിടെ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നോ, ഇവിടെ തന്നെ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവന് നമ്മുടെ പ്രാർത്ഥനയും നന്നായി ശക്തിപ്പെടുന്നു.
ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അതനുസരിച്ച് ഇവനൊരു മാറ്റം വന്നു. ഇവൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, റിപ്പീറ്റ് ചെയ്യോ, കാരണം മൊബൈലും നെറ്റ്വർക്കും യാതൊന്നും അവൈലബിൾ അല്ലല്ലോ റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് ഹോസ്റ്റലിൽ. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി റിപ്പീറ്റിന് പോയി. പക്ഷേ അങ്ങനെ 2020 അറിയാലോ, കൊറോണ വന്നു. അങ്ങനെ തന്നെ വീട്ടിലോട്ട് വന്നു. വീണ്ടും നമ്മൾ എത്രയൊക്കെ സൂക്ഷിച്ച് വെച്ചാലും മൊബൈൽ എടുക്കും, ഈ നെറ്റ്വർക്ക് വെബ് നോവൽ വായിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം. നമ്മൾ ശക്തപ്പെട്ട് മാതാവിൽ ആശ്രയിച്ചു, പ്രാർത്ഥിച്ചു. എന്തായാലും പിന്നെ അവരുടെ ക്ലാസ് ടീച്ചേഴ്സും ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞ് എന്തായാലും നമ്മൾ മാതാവിൽ വളരെ ശക്തിയായി മുറുക്കെ പിടിച്ച് പ്രാർത്ഥനയിൽ ശരണപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവന് JEE അഡ്വാൻസ് ക്ലിയർ ചെയ്തു. നല്ലൊരു റാങ്ക് കിട്ടി. ഇപ്പോൾ IIT ഖരഗ്പൂർ പഠിക്കുന്നു. അതിനുശേഷം 2021 ആയപ്പോഴേക്കും വീട് പണി പൂർത്തിയാക്കുകയും ഹസ്ബൻഡ് റിട്ടയർമെൻറ്റ് അനുവദിച്ച് എല്ലാം ഭംഗിയായി പൂർത്തിയാക്കാനൊക്കെ സാധിച്ചു. മാതാവിൻ്റെ ഒത്തിരി അനുഗ്രഹവും അതോടൊപ്പം തന്നെ ഒത്തിരി സംരക്ഷണം. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചില അപകടങ്ങളും തന്നെ ഉണ്ടായി, അല്ലെങ്കിൽ സാധ്യതകളൊക്കെ ഉണ്ടായി. അതിൽ നിന്നൊക്കെ ശക്തമായ ഒരു സംരക്ഷണം ലഭിച്ചു. ഇതൊക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തെ ഒത്തിരി ആഴപ്പെടുത്താനായിട്ട് സഹായിച്ചു. മറ്റുള്ളവരിലേക്ക് പകരാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു അനുഗ്രഹം. മക്കളിലേക്കും ഞാനായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരിലേക്കും എൻ്റെ സഹോദരങ്ങളിലേക്കൊക്കെ ആ വിശ്വാസത്തിൻ്റെ ഒരു തീഷ്ണത, അതിൻ്റെ ലെവൽ ഒന്ന് ഡെപ്തിലേക്ക് പോകാനായിട്ട് എന്നെ സഹായിച്ചു എന്നുള്ളതാണ് കാര്യം. ആദ്യം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നാലും എല്ലാം നല്ലൊരു അനുഗ്രഹങ്ങൾ അവസാനം ലഭിക്കുകയുണ്ടായി. പിന്നീട് ഈ കഴിഞ്ഞ ജൂലൈയിൽ എൻ്റെ അമ്മ ഒരു ട്രീറ്റ്മെൻറ്റ് പോയി. അവസാനം മൊത്തം തളർന്നു പോയി, കിടപ്പിലായിപ്പോയി. വല്ലാത്ത വേദനയും ഒക്കെ ആയിട്ട് 2-3 മാസം ഞങ്ങൾ മക്കൾ മാറി മാറി നിൽക്കുകയും രാത്രി ഉറക്കമില്ല. അതുപോലെ വേദനയായി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫലമില്ലാത്ത ഒരവസ്ഥയിൽ എത്തുന്നവരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കും വിഷമം, അമ്മച്ചിക്ക് ആകെ നിരാശ, അല്ലാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നെ ഒരു 3 മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു എന്തായാലും ഞാനൊന്നും നോക്കുന്നില്ല, ഞാൻ കൃപാസനത്തിൽ വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബുക്ക് ചെയ്യാതെ ഒന്നും വരാനും പറ്റില്ല. തളർന്നു കിടക്കുന്ന ആൾ വളരെയും സഹായത്തിലാണ് നമുക്ക് വണ്ടിയിലൊന്ന് കയറ്റാൻ പറ്റുക. അങ്ങനെ ഇരിക്കുകയും അമ്മച്ചി എന്നോട് പറയുക നിനക്ക് വരാൻ പറ്റുമോ തിങ്കളാഴ്ച, ഞാൻ പോവാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു അമ്മച്ചി എന്തായാലും അച്ഛൻ അവിടെയുണ്ട്, എന്തായാലും പോവാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും മകനെയും കൂടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരാനിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച ലീവ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മച്ചി അറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. പക്ഷേ അമ്മച്ചിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ റെഡിയാന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ വരാനായിട്ട് ഇത് എങ്ങനെ വരും എന്ന് എനിക്ക് ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മച്ചി വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് ഒക്കെ ഇരിക്കുക. പക്ഷേ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കിടപ്പ് രോഗികളെ കൊണ്ടുവരുമ്പോൾ മുമ്പേ ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ വിഷമമായി. കാരണം അതുപോലെ തളർന്നെടുക്കുന്ന ഒരു വ്യക്തിനെ എല്ലാവരും കൂടി വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് 5:30 പോകുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഉത്തരവും കിട്ടിയില്ല. അവർ പറഞ്ഞാൽ ആരോട് ചോദിച്ചാൽ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരവുമില്ല. എന്തായാലും ഒരു 1:30 മണിയായി കഴിഞ്ഞപ്പോൾ എനിക്ക് അവസാനം അനുവാദം കിട്ടി. അച്ഛനെ കാണാനുള്ള ടോക്കൺ കിട്ടി. 1:30 ആയപ്പോൾ കാറ് ഇവിടെ സൈഡിൽ വന്ന് പാർക്ക് ചെയ്യുകയും അച്ഛൻ വന്ന് ബ്ലെസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ വീട്ടിൽ തിരിച്ചു പോയി. അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു നിരാശ മാറി ഒരു പ്രത്യാശയിലേക്ക് വന്നു. പിന്നെ വേദനയ്ക്കുണ്ടെങ്കിലും ഒരു സഹിക്കാനുള്ളൊരു കൃപ കിട്ടി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ വാർഡ് പ്രാർത്ഥന നടന്നപ്പോൾ ജപമാല ഒക്ടോബർ 27 കൊന്ത വീട്ടിൽ നടക്കുന്ന സമയത്ത് അമ്മച്ചിക്ക് ഒരു മാതാവിൻ്റെ ഒരു സാന്നിധ്യം കിട്ടുകയും മാതാവ് മുഖത്ത് വന്ന് തലോടുന്നതായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. അതിനുശേഷം 2 ദിവസത്തിനകം ഞങ്ങൾ വേറൊരു ഡോക്ടറെ കാണുകയും 1.5 ഹോസ്പിറ്റലൈസ് ചെയ്യുകയും പിന്നെ അതിനുശേഷം ജസ്റ്റ് നടന്നു തുടങ്ങുകയും അത്യാവശ്യം പ്രാഥമിക ക്രിയകൾ തന്നെത്താൻ തന്നെ ചെയ്യാനും സാധിച്ചു. അതിന് മാതാവിൽ ഒത്തിരി അമ്മച്ചി വേദനിച്ച് സഹിച്ച് നിൽക്കുമ്പോഴൊക്കെ ആണെങ്കിൽ അമ്മച്ചി ഒത്തിരി ശരണപ്പെട്ട് മാതാവിൽ പ്രാർത്ഥിച്ചിരുന്നു. എന്തായാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നോണം ഇപ്പോൾ അമ്മച്ചിക്ക് വാക്കറിൽ നടന്ന് അത്യാവശ്യം കാര്യങ്ങൾ അടുക്കളയിലൊക്കെ ഒന്ന് പോയി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത് എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മകന് ഞാൻ ഈ ജനുവരിയിൽ 2ാമത്തെ മകന് പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പായിട്ട്